വെൽക്കം ടു RS ഹെൽത്തി കിച്ചൺ. ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി ഇന്ത്യൻ സാൻഡ്വിച്ചാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. 2 വീറ്റിൻ്റെ സ്ലൈസ് ബ്രെഡ്, പിന്നീട് ഒരു ലെറ്റ്യൂസിൻ്റെ ഒരു ലീഫ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ലോ ഫാറ്റിൻ്റെ ചീസ് ക്രീം, പിന്നീട് ഗീ ഉണ്ട്, പിന്നീട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രീൻ സ്പിനാച്ച്, 2 എഗ്ഗിൻ്റെ വൈറ്റ്, കുറച്ച് പെപ്പർ പൗഡറും സാൾട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ വെജിറ്റബിൾസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോയും ഒനിയനും പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഞാനൊരു ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മസാലകളുടെ കൂടെ 1 ടീസ്പൂൺ ആട്ട പൗഡർ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ടെർമറിക് പൗഡർ 2 പിഞ്ച് ചേർക്കുന്നുണ്ട്, ക്രഷ് പെപ്പറും ഞാൻ 2 പിഞ്ച് ചേർക്കുന്നുണ്ട്, ഗരം മസാല 1 പിഞ്ചും ചേർക്കുന്നുണ്ട്. ഇതുകൂടാതെ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ മസാലകളൊന്ന് മിക്സ് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലകളിൽ നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടി നമ്മൾ 1 ടീസ്പൂണ് നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് കൂടെ അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ചേർക്കുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇതാക്കി എടുക്കേണ്ടത്. ഇനി നല്ല ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് നല്ലതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ നന്നായിട്ട് അതിനകത്ത് മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓംലേറ്റ് ഉണ്ടാക്കാം. ആദ്യമായി നമ്മുടെ പാൻ ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് ഈ ഗ്രീൻ സ്പിനാച്ചും നമ്മുടെ എഗ് വൈറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ഈ സാൾട്ടും നമ്മൾ ഈ പെപ്പർ പൗഡറൂടെ മിക്സ് ചെയ്യുന്നു. നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓംലേറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഓംലേറ്റിൻ്റെ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതാ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾസ് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂക്കി കൊടുക്കാം പാനിലേക്ക്, അല്ലെങ്കിൽ അത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഗ്രില്ല് ചെയ്യാം. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ വെജിറ്റബിൾസ് നല്ലതുപോലെ ഗ്രില്ലായി നമുക്ക് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അതിലേക്ക് നമ്മളുടെ ബ്രെഡിലേക്ക് ആദ്യം നമുക്ക് ലോ ഫാറ്റിൻ്റെ ചീസ് ക്രീം നന്നായിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ബ്രെഡിൽ ക്രീം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ലെറ്റ്യൂസാണ് വെക്കുന്നത്. അടുത്തത് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്. ഈ ഗ്രില്ല് ചെയ്തിട്ട് വെജിറ്റബിൾ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനകത്ത് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് സ്പൈസസ് നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഈ ടേസ്റ്റ് നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇനി നമ്മൾ ഈ ഓംലേറ്റും കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട്. നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പാൻ ചൂടാക്കാൻ വേണ്ടി ഒന്ന് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഗീ അതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാൻഡ്വിച്ച് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് അതിനകത്ത് പിടിക്കും. നമ്മളത് ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നമ്മളൊന്ന് ഇത് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.